മഴതോറും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സിയെ രാത്രി പുറത്ത് പോയിട്ട് വരുമ്പോഴും അലീന അതേ ഇരിപ്പ് തന്നെയാണ്. ആ സെല്ലിൻ്റെ ഫ്രണ്ട് അതേ ഇരിപ്പ് തന്നെയാണ്. അപ്പോൾ സിയെ കയറി വരുമ്പം അലീന ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് സിഐ പറയുകയാണ്, ഇവളെ മുകളിലോട്ട് കൊണ്ടുവരാൻ പറയുകയാണ് ചോദ്യം ചെയ്യാൻ. അപ്പം അവിടുത്തെ വനിതാ കോൺസ്റ്റബിൾ പറയാണ്, സാറേ ഇവിടെ വെച്ച് ചോദ്യമൊക്കെ ചെയ്തായിരുന്നു, എന്നിട്ട് ഇവൾ സമ്മതിച്ചോ, ഒപ്പിട്ട് തരാമെന്നും പരാതി തരാമെന്ന് ഇവൾ സമ്മതിച്ചോ എന്ന് സി ഐ ചോദിക്കുകയാണ്. അത് സമ്മതിച്ചില്ല, അതാ പറഞ്ഞ ഇവിടെ മുകളിലോട്ട് കൊണ്ടുവരാൻ എന്നും പറഞ്ഞ് സി ഐ അങ്ങ് പോവുകയാണ്. അപ്പം വനിതാ കോൺസ്റ്റബിൾ അങ്ങോട്ട് വന്ന് അലീനയുടെ അടുത്ത് പറയാണ്, കൊച്ചെ നിനക്കെന്താ ഇത്ര വാശി, നിനക്കെന്താ പരാതി തരാൻ വയ്യാത്തത്? പണിക്കർ സാറേ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയെടുക്കാൻ തന്നെ ചെയ്യും, അതിനാണ് നിൻ്റെ അടുത്ത് മുകളിലോട്ട് വരാൻ പറഞ്ഞത് എന്ന് പറയുകയാണ്. അലീന പറയാണ്, എനിക്ക് പരാതി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ ഇല്ലാത്ത പരാതി ഞാൻ എങ്ങനെ തരാനാ? അപ്പം വനിതാ കോൺസ്റ്റബിൾ പറയാണ്, അതത്ര നല്ല സ്വഭാവമല്ലല്ലോ, നിനക്കെന്ത് ഇത്ര വാശി? സാറ് നിന്നെ കൊണ്ട് പരാതി എഴുതി വാങ്ങിച്ചിട്ട് ഇവിടുന്ന് നിന്നെ വിടത്തോളെന്ന് വനിതാ കോൺസ്റ്റബിൾ പറയണം. അപ്പം അലീന പറയാണ്, സാറിനെന്താ ഒരു ഭീഷണിയുടെ സ്വരം എന്ന് ചോദിക്കുകയാണ്. എന്താ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ട് നിനക്ക് തോന്നിയോ? ഭീഷണിപ്പെടുത്തിയാൽ നീ എന്ത് ചെയ്യും എന്ന് വനിതാ കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്. അത് നാളെ ആവട്ടെ, ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് ഒന്നീ പുറത്തിറങ്ങും, അല്ലെങ്കിൽ എന്നെ കോടതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ മഹാത്മ്യം ഞാൻ അവിടെ പറഞ്ഞോളാം. ഇല്ലെങ്കിൽ എന്നെ പുറത്ത് വിടുമ്പോൾ മീഡിയ എടുത്ത് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, എന്നെ എന്ത് ചെയ്തെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അപ്പോൾ വനിതാ കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്, നീ എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? അപ്പം പറയാണ്, ഭീഷണിപ്പെടുത്തുന്നൊന്നുമല്ല, മാഡത്തിൻ്റെ പേരും എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം ചോദ്യം ചെയ്യൽ നടക്കട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യം പറഞ്ഞാൽ മതിയെന്ന് അലീന പറയാണ്. അങ്ങനെ അലീനയും കൊണ്ട് വനിതാ കോൺസ്റ്റബിൾ മുകളിലേക്ക് പോവുകയാണ്. സി ഐ ആണെങ്കിൽ അവിടെ അലീനയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കയ്യിൽ വടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഒരു ഇരുണ്ടടഞ്ഞ മുറിയിലാണ്. അങ്ങോട്ടാണ് അലീനയെ കൊണ്ടുവരുന്നത്. അലീനയെ നേരെ കൊണ്ടുവന്നിട്ട് വനിതാ കോൺസ്റ്റബിൾ തള്ളി സിയയുടെ ഫ്രണ്ടിലോട്ട് ഇടിയാണ്. എന്നിട്ട് വനിതാ കോൺസ്റ്റബിൾ പറയാണ്, സാറേ ഇവള് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾ ചാനലിനോടത്തൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുമെന്ന്, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമ്പം അവിടെ പറയുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് സി എ ആണെങ്കിൽ രൂക്ഷമായിട്ട് അലീന ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറയാണ്. അങ്ങനെ സി ഐ അവിടെ നിന്ന് എണീച്ച് വന്നിട്ട് പറയാണ്, നിന്നോട് മര്യാദയ്ക്കാണ് ഞങ്ങൾ പറഞ്ഞത് അവന്മാർക്കെതിരെ പരാതി തരാൻ, അത് തരാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, ഞാൻ സാറിനോട് പറഞ്ഞ് പരാതി തരാൻ എനിക്ക് താല്പര്യമില്ല, ഇനി ആ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. എനിക്ക് പരാതി ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ പരാതി തരുന്നതെന്ന് അലീന ചോദിക്കുകയാണ്. അപ്പം സി ഐ പറയാണ്, അപ്പം നീ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു വിചാരവും ഇല്ല ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് കയ്യിരുന്ന വടിയെടുത്ത് അലീനയുടെ ദേഹത്തൊക്കെ ഇങ്ങനെ കുത്തുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് വെച്ച് നിനക്ക് നല്ലത് തന്നാൽ നിനക്ക് നിൻ്റെ വേദന എന്താണെന്നറിയാവോ? അപ്പോൾ നീ താനെ ഒപ്പിട്ടോളും എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ സി എയെ നോക്കുന്നുണ്ട്. എന്താടി നോക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ആണെങ്കിൽ ആ വടി വെച്ച് അലീനയുടെ കഴുത്തേലും ഒക്കെ ഇങ്ങനെ സി ഐ കുത്തുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ അടുത്ത് വന്ന് സി ഐ പറയാണ്, നീ കൂടുതൽ നല്ലവളെ ചെയ്യാൻ വേണ്ട കാര്യമൊന്നുമില്ല, അവന്മാർ നിന്നെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റത്തോളം എന്നും പറഞ്ഞുകൊണ്ട് സി ഐ ഒരു വൃത്തികെട്ട രീതിയിൽ അലീനയെ നോക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, സാറിന് എന്ത് പറഞ്ഞാലും ഞാൻ പരാതി തരാൻ തയ്യാറായല്ല എന്ന് പറയണം. ഉടനെ സി ഐ ആണെങ്കിൽ അവിടുത്തെ വനിതാ കോൺസ്റ്റബിൾ വിളിച്ചിട്ട് പറയാണ്, ഇവക്ക് നല്ല രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ താനെ ഒപ്പിട്ടോളും, അത് ചെയ്യേണ്ടത് നിങ്ങളാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഒരു വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് അവിടെ നിന്ന് വടിയെടുത്ത് അലീനയെ അടിക്കാനുള്ള രീതിയിൽ എടുത്ത് ടേബിളിൻ്റെ മുകളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ചെറിയ ഭയമൊക്കെ വരുന്നുണ്ട്. എന്നാലും അലീന ധൈര്യം സംഭരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. സി ഐ ആണെങ്കിൽ അലീന മഹാ വൃത്തിയായിട്ട രീതിയിൽ ഇങ്ങനെ നോക്കുവാണ്. അലീനയെ എന്ത് ചെയ്തിട്ടായാലും പരാതി എഴുതി വാങ്ങിക്കണമെന്നാണ് സി ഐയുടെ വാശിയിൽ സി ഐ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് DYSP കയറി വരുമ്പം അയാൾ കാണുന്നത് സി ഐ അങ്ങനെ അലീനെ ഉപദ്രവിക്കാനുള്ള ഒരു രീതിയിലും അതേപോലെ വനിതാ കോൺസ്റ്റബിൾ വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെയായാലും അത് ഒപ്പിട്ട് വാങ്ങിക്കാനുള്ള അവരുടെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു നടപടിയും കണ്ടുകൊണ്ടാണ് DYSP വരുന്നത്. അപ്പം വന്നോടനെ ചോദിക്കുകയാണ്, എന്തോ എവിടെയെന്നും ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് സി ഐ ചാടി എണീക്കുകയാണ്. ആ സാറാന്ന് ചോദിച്ചുകൊണ്ട്, എന്താ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് ചോദ്യം ചെയ്യാനാണ് കൊണ്ടുവന്നതെന്ന് സി ഐ പറയാണ്. ഈ രാത്രിയിലോ ഒരു പെൺകുട്ടിയെ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്ന് ചോദ്യം ചെയ്യണമെന്ന് ആരാ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക്
CI അങ്ങ് വല്ലാതാവുന്നുണ്ട്. അല്ല സാർ, ആ രോഹിത്തിനും ഹരിക്കെതിരെ പരാതി തരാൻ ഇവളടുത്ത് പറഞ്ഞിട്ട് ഇവൾ തരത്തില്ലെന്നും പറഞ്ഞ് ഒരേ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രാത്രിയിലാണ് ഒരു പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ നിർത്തേണ്ടത്. ഇവൾ എന്ത് തെറ്റ് ചെയ്ത്? ഇവൾ വല്ല തെറ്റും ചെയ്തോ? അപ്പം CI പറയാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവളെ രാത്രി ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് പരാതി തരാൻ പറഞ്ഞിട്ട് അവൾ തരത്തില്ലെന്നുള്ളൊരു വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അതിനാണ് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നതെന്ന് പറയാണ്. അപ്പം DYSP ചോദിക്കുകയാണ്, ഒരു പെൺകുട്ടിയെ രാത്രിയിൽ ആവശ്യമില്ല പോലീസ് സ്റ്റേഷനിൽ നിർത്തിയെന്നും പിന്നെ ഇവിടെ ഈ നടക്കുന്ന കാര്യമൊക്കെ ഈ കുട്ടി പുറത്ത് വീഡിയോ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജോലി എറിയുമെന്ന് പറയാണ്. അങ്ങനെ DYSP പറയാണ്, കുട്ടിയെ താഴേക്ക് കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്ക് CI ആകപ്പാടെ ചമ്മി നാറി. താഴെ വന്ന ഉടനെ അലീനെ അടുത്ത് DYSP ചോദിക്കുകയാണ്, എന്താണ് കുട്ടി പരാതി നൽകാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് പരാതി ഇല്ലെന്ന് ഞാൻ ഇവരോട് ഒത്തിരി വട്ടം പറഞ്ഞു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ട് ഇവർ വിടത്തോളെന്ന് പറയാണ്. എന്നിട്ട് ആ CI ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഈ നിൽക്കുന്ന സാറ് എന്നെ മാനസികമായും അതുപോലെ തന്നെ ശാരീരികവുമായും പലവട്ടം വൃത്തികെട്ട രീതിയിൽ ഈ സാറ് എന്നെ നോക്കി പീഡിപ്പിച്ചു. അതായിരുന്നു സാറേ ശരിക്കുമുള്ള പീഡനം. ഈ സാറിനെതിരെയാണ് എനിക്ക് പരാതിയുള്ളതെന്ന് അലീന പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് CI ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. ശരിക്കും ഞാൻ ഇപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്ന് അലീന പറയുകയാണ്. ഈ സാറിനെതിരെയാണ് എനിക്ക് യഥാർത്ഥത്തിൽ പരാതിയുള്ളതെന്ന് പറയുകയാണ്. ആകപ്പാടെ CI പെട്ട അവസ്ഥയായി. അലീനയെ കൊണ്ട് പരാതി എഴുതി വാങ്ങിപ്പിക്കാൻ വന്ന CI ഇപ്പോൾ ജോലി പോകുന്നൊരവസ്ഥയായി. പീഡനക്കേസിൽ അകത്താവുന്നൊരവസ്ഥയിലായി CI. ഇത് കേൾക്കുന്ന DYSP ആകപ്പാടെ ചൂടാവുന്നുണ്ട്. താൻ എന്തൊക്കെയാണോ ഈ കാണിച്ചു കൂട്ടുന്നത്? ഈ കുട്ടി ഇതൊക്കെ പുറത്തിറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജോലിയും പോവും, അതോടെ തൻ്റെ അഹങ്കാരം അങ്ങ് ഇല്ലാതാവും എന്ന് പറയുകയാണ്. അവിടെ നിൽക്കുന്നവരൊക്കെ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം ഇതിനെല്ലാം കൂട്ട് നിന്നവരാണല്ലോ വനിതാ കോൺസ്റ്റബിൾമാരും SIയും എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട്. അലീന ഇങ്ങനെ രൂക്ഷമായി CI നോക്കുന്നുണ്ട്. CI ആകപ്പാടെ ചമ്മി അതേപോലെ തന്നെ അലീനയോട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ.